ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമസ്കാരം. അപ്പോൾ ഏറ്റവും പുതിയ സിനിമയുടെ ഏറ്റവും പുതിയ വിശേഷങ്ങളുമായി ഞങ്ങൾ രണ്ടുപേരും വീണ്ടും വന്നിരിക്കുകയാണ്. വന്നിരിക്കുകയാണ്. ഇന്നത്തെ ഏറ്റവും പുതിയ വിശേഷം നമ്മുടെ തമിഴിൽ നിന്നാണ്. അതെ, അതായത് വിജയ് സേതുപതി. മക്കൾ സെൽവം വിജയ് സേതുപതി നായകനാവുന്ന അതെ, ഏറ്റവും പുതിയ ചിത്രം ഗാന്ധി ടോക്സ്. ഗാന്ധി ടോക്സ് സിനിമയുടെ ട്രെയിലർ ഇന്ന് റിലീസായിട്ടുണ്ട്. അതെ, ട്രെയിലർ റിലീസായിട്ടുണ്ട്. ജനുവരി 30-നാണ് പടം റിലീസിംഗ് വരുന്നത് അല്ലേ? നമുക്ക് ആ ട്രെയിലർ ഒന്ന് കണ്ടിട്ട് വന്നാലോ? നല്ലൊരു ഫീൽ ഗുഡ്, അതായത് 96-നൊക്കെ ശേഷം ചിലപ്പോൾ ഞാൻ വിചാരിക്കുന്നു കേട്ടോ, ഒരു നല്ല ഫീൽ ഗുഡ് വിജയ് സേതുപതിയുടെ പടം വരുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാൻ അതിന്റെ ടീസറും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഒരു ചെറിയ ഫീൽ ഗുഡ് പടത്തിന്റെ ഒക്കെ ഫീൽ വന്നു. 96 കണ്ട ഒരു ഫീലൊക്കെ കിട്ടിയായിരുന്നു. ആ ഒരു ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ പടം വീണ്ടും കത്തും അല്ലേ? നല്ലൊരു ഫീൽ ഗുഡ് പടം പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ ട്രെയിലർ? ഒരുമിച്ചിരുന്ന് കാണാം. ബാക്കമോൺ ട്രെയിലറിലേക്ക് പോകാം. C Studios presents. Aeroman music. Wow. Kishore. Gandhi Talks. ജനുവരി 30-ന് പടം കൊള്ളാൻ തോന്നുന്നു അല്ലെ? നൈസ് ഒരു ഫീൽ ഗുഡ് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് എൻഡിലേക്ക് പോകുമ്പോൾ അത് വേറെ ടൈപ്പിലേക്ക് മാറുന്ന ഡൗട്ട് അല്ലേ? പിടുത്തം കിട്ടുന്നില്ല, സംഭവം എന്താണെന്നും മനസ്സിലാവുന്നില്ല. ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് മറ്റേ 96 ഒക്കെ പോലത്തെ ഒരു ഫീൽ ഗുഡ് പടമായിരിക്കുന്ന വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് എൻഡിലേക്ക് പോകുമ്പോൾ തോറും അതിന്റെ വേറൊരു ടൈപ്പിലേക്ക് മാറുന്നുണ്ട്. രണ്ട് ക്യാരക്ടറുകൾ തമ്മിലുള്ള ഒരു സംഭവമാണോ, എന്താണ് സംഭവം മനസ്സിലാവില്ല. എനിക്ക് തോന്നുന്നേ അരവിന്ദ് ഉണ്ട്, വിജയ് സേതുപതി. എനിക്ക് രണ്ടുപേരുടെ ചെറുത്, അതായത് വിജയ് സേതുപതിക്ക് വീടില്ലാത്തൊരു ഫീല്. മറ്റേ അരവിന്ദ് മറ്റേ ഹെവി ടൈപ്പ്, അതിന്റെ ക്ലാഷ് ആവണ അങ്ങനത്തെ പരിപാടി ഉണ്ടല്ലോ. അങ്ങനെയാണെന്ന് തോന്നുന്നു പിക്ചറിന്റെ ഇടയിൽ കണ്ടതല്ലേ? രണ്ടുപേരുടെ ഒരു ഇതൊക്കെ കാണിക്കുന്നുണ്ട്. ഒന്ന് ഹൈ റേഞ്ച് ടീം, ഒരാള് വീട് പോലില്ലാത്തൊരു വ്യക്തിയായിട്ട്. അങ്ങനെ സംഭവം പക്ഷെ റിച്ച് പ്രീമുകളാട്ടാ. ഒരു ഫീൽ ഗുഡ് പടത്തിന് വരുന്നേക്കാളും മുകളിലൊരു സാധനം വന്നിട്ട്. അതായത് നമ്മൾ അതില് വിജയ് സേതുപതിനെ അത്രയും കാണിക്കാൻ കാരണം വെച്ചാൽ അദ്ദേഹം മറ്റൊരാളുടെ പാത്രം ചോറ് വാരി കഴിക്കുന്നുണ്ട്, അങ്ങനത്തെ പരിപാടി. ആളുടെ പ്ലേറ്റിൽ നിറയ്ക്കുന്ന സീനുണ്ട്. അത് പിന്നെ തെരുവിലാണ്ട് കിടക്കുന്ന സീനുണ്ട്. അത് വീടാന്ന് തോന്നുന്നു. അമ്മയും ചെറിയൊരു വീട്, അങ്ങനത്തെ സെറ്റപ്പ് അല്ലേ? ഡയലോഗും ഇല്ല അല്ലേ? ഒരു ട്രെയിലറിൽ ഡയലോഗ് ഇല്ലാണ്ട് വന്നത് കുറെ നാളുകൾക്ക് ശേഷം തോന്നുന്നു. അറിയില്ല, അത് അവളുടെ ഇങ്ങനെ താടിയൊക്കെ ഇങ്ങനെ പൊക്കിയിട്ട് നോക്കിയുന്ന സീനൊക്കെ എന്തുണ്ട്. ഇനി വിജയ് സേതുപതി ഊമയാണോന്ന് അറിയില്ല, പറയാൻ പറ്റില്ല. ചിലപ്പോ ഒരു പുതുമയ്ക്ക് വേണ്ടിയിട്ടല്ലേ ആളെന്തും ചെയ്യും. ആള് എന്ത് ടൈപ്പ് വേണമെങ്കിലും ചെയ്യാനുള്ള സംഭവമാണ്. അതുകൊണ്ട് നമുക്കൊന്നും പ്രെഡിക്ട് ചെയ്യാനും പറ്റില്ല. സംഭവം നല്ലൊരു പടമായി മാറട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ജനുവരി 30-നാണ് പടത്തിന്റെ റിലീസിംഗ് വരുന്നത്.
നമുക്ക് കാത്തിരിക്കാം അല്ലേ? എ.ആർ. റഹ്മാന്റെ കിടിലൻ സോങ്സ് എന്തായാലും പ്രതീക്ഷിക്കാം. നല്ലൊരു സോങ്സും കാര്യങ്ങളൊക്കെ കേട്ടിപ്പോ കുറച്ച് നാളായി. നല്ലൊരു മെലഡി ടൈപ്പ് ഒക്കെ കിട്ടട്ടെ അല്ലേ? കിടിലൻ പടമായിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. അതായത് ഒരു നിമിഷം, അതായത് ഗാന്ധി ടോക്സ് എന്നാണ് അതിന്റെ ടൈറ്റിൽ വന്നേക്കുന്ന സിനിമയുടെ അവസാനത്തിൽ പോകുമ്പോ ഛത്രപതി ശിവജിയുടെ ഫോട്ടോയും കാണിക്കുന്നത്. അതായത് ഗാന്ധിയിൽ നിന്ന് തുടങ്ങി വയലൻസിലേക്ക് പോകുന്ന ഒരു ഫീൽ കിട്ടുന്നുണ്ട് അല്ലേ? അതാണ് സ്റ്റാർട്ടിങ്ങിൽ ഒരു ഫീൽ ഗുഡ് പോലെ എടുത്ത് കാണിക്കുന്നുണ്ട് ഛത്രപതി ശിവജിയുടെ. അതുകൊണ്ടാണ് ഡൗട്ട് അല്ലെ? അതായത് സാധാരണ ഒരു ഫീൽ ഗുഡിൽ നിന്ന് തുടങ്ങിയിട്ട് പിന്നെ ഒരു വേറൊരു ടൈപ്പിലേക്ക് മാറുന്നുണ്ടെന്നോ ഒരു ഡൗട്ട് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. എന്താണ് സംഭവം ഒന്നും നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റുന്നില്ല അല്ലെ? കാരണം ഒന്നാമത് ഇതിൽ ഡയലോഗ്സ് ഇല്ലാത്ത കാരണം തീരെ പ്രെഡിക്ട് ചെയ്യും അല്ലെ? ഒന്നും പ്രെഡിക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഡയലോഗ് ഉണ്ടെങ്കിൽ പിന്നെങ്കിലും നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രെഡിക്ട് ചെയ്യാന്ന് വിചാരിക്കുക. ഇതിപ്പോ ഒന്നുമില്ല, ഫുൾ മ്യൂസിക്കിലാണ് പോണത് പടം. ട്രെയിലർ കംപ്ലീറ്റ് ഒരു മ്യൂസിക്കിലാണ് പോണത്. ആ മ്യൂസിക് ഒക്കെ നല്ല രസം കിട്ടും. പറഞ്ഞ പോലെ ഫീൽ ഗുഡിൽ തുടങ്ങി ഒരു വേറൊരു ടൈപ്പിലേക്ക് മാറുന്നുണ്ട്. അതഞ്ഞ് ത്രില്ലർ ആണോ അതോ എന്താണെന്ന് മനസ്സിലാവണില്ല അല്ലെ? ഒന്നും പറയാൻ പ്രഡിക്റ്റബിൾ അല്ല. നമുക്ക് ഒന്നും അങ്ങനെ പുറത്തേക്ക് വിട്ടിട്ടില്ല. ചിലപ്പോ അത് അങ്ങനത്തെ ഒരു പടമായിരിക്കാൻ വേണമെങ്കിൽ അതുകൊണ്ടായിരിക്കും ഒരു ഡയലോഗ് പോലും പടത്തിൽ നിന്ന് പുറത്തേക്ക് വിടാത്ത ട്രെയിലർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലേ? ചിലപ്പോ അതുകൊണ്ടായിരിക്കാം. അതുകൊണ്ട് നമുക്കിത് എന്തായാലും തിയേറ്ററിൽ പോയി തന്നെ മസ്റ്റ് വാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ തന്നെ അറിയുള്ളൂ ഇതെന്താ സംഭവം എന്നുള്ളത്. അപ്പൊ ജനുവരി 30 മറക്കണ്ട, വിജയ് സേതുപതിയുടെ പടം അല്ലെ? അപ്പോ അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ ബൈ.